अभी मिजोरम बॉर्डर जाना है। धलाई है ना, धलाई 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 मिजोरम बॉर्डर, उधर जाना है। இங்கே வந்து இந்த கரிங்கன் டிஸ்ட்ரிக் இது நம்ம ஊர் தான். அங்கே வந்து போனோம்னா நேராக பதர்பூர் போக முடியும். நீங்கள் தான் നല്ല തമിഴിൽ ബദർപൂർ അങ്ങനെ പോകണമെന്നാണ്ടോ കറക്റ്റ് പറഞ്ഞേ. ഈ ഷോപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കണ്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ തേങ്ങ കിട്ടൂല, ആ തേങ്ങയാണ് ഇവിടെ വെക്കുന്നത്. അങ്ങനെ ബസ് വന്നിട്ടോ, പയ്യന്നെ സൈക്കിൾ എടുത്ത് മുകളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ISBT ബസ് കേട്ടോ, നോർമൽ ബസ്സാണ്. ത്രിപുരയാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കി ഞാനിതാ ഈ ഒരു വില്ലേജിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഈ ഒരു ഷോപ്പുണ്ടോ, ഇവരെല്ലാവരോടും കേരളത്തിൽ നിന്ന് വന്ന ആളെന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചു വിട്ടണമൊക്കെ. ഇവിടെ സത്യം പറഞ്ഞാലേ തണുപ്പുണ്ട്, പക്ഷെ മഞ്ഞല്ല കേട്ടോ കാണണേ. പൊടി പാറിയിട്ട് തൊള്ളിക്കും കണ്ണുക്കൊക്കെ ആവാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കേവാണ്. ടിക്കി ഡോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. സൈക്കിൾ ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. ഇതാ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച്. റെസ്റ്റിംഗ് റൂം ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഇവിടെ ഒരുപാട് ലോറി ഡ്രൈവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ കുക്കിങ്ങും ചെയ്യലും രാത്രി സ്റ്റേ ചെയ്യലൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ധർമ്മനഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. കുറച്ച് അത്ര ദൂരമല്ല, കൊന്നുകൊണ്ട് 20 കിലോമീറ്റർ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ബസ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ട്രക്കോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് നേരെ നമ്മൾ ഷിൽച്ചറിലേക്ക് വരും. പിന്നെ അവിടെ നിന്ന് മിസോറാം ബോർഡർ, മണിപ്പൂർ, നാഗാലാൻഡ്, അതൊക്കെയാണ് പ്ലാന്. അപ്പോൾ ത്രിപുര നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യില്ല. ഹായ് വയ്യ മതിയാ അച്ഛാ. അല്ല ഇവർ ലോറിയൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ, വാശിയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാം. അപ്പോൾ നേരെ കയറിയിട്ട് പോട്ടോ. ഇവിടെ യാത്ര പറയാൻ കാര്യമായിട്ട് ആരുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന ആളല്ല ഇപ്പോൾ രാവിലെ ഇവിടെ ഉള്ളത്. യാത്ര പറയാൻ നമുക്ക് അവരെ കാണുന്നില്ല കേട്ടോ, നമുക്ക് പരിചയമുള്ള ആൾ. ഇനിയിപ്പോൾ ഇത് റോഡ് കണ്ടില്ല, നേരെ മുന്നോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. റോഡ് ഒന്നും പറയാനില്ല, വളരെ മോശമാണ്. അതാ ഇവിടെ ഒരു വേറെ ഇന്ത്യൻ ഓയിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു പമ്പിൻ്റെ അത്ര വരുന്നില്ല കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത പമ്പ് പറഞ്ഞാൽ അടിപൊളി പമ്പ് കേട്ടോ. അവിടെ എന്താ പറയുക, ഈ മുയലിനെ വളർത്തുന്നുണ്ട്, പിന്നെ അതേപോലെ പ്രാവ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ ഒരു കുളം പോലെ, ഇത് ഇവിടുത്തെ പല വീടിന് മുന്നിലുണ്ട്. ആസാമിലും കണ്ടിട്ടുണ്ട്. ഇവർ കന്നുകാലികളെ കുളിപ്പിക്കാനും മീൻ വളർത്താനൊക്കെ ഇത് ഉപയോഗിക്കും കേട്ടോ. ഈ ഒരു ഏരിയ നോക്കി നല്ല മരങ്ങൾ കൂടി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടോ. പക്ഷേ അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കയറ്റി കൊണ്ടുപോകണം. ഇവിടെ സത്യം പറഞ്ഞാലേ തണുപ്പുണ്ട്, പക്ഷെ മഞ്ഞല്ല കേട്ടോ കാണണേ. പൊടി പാറിയിട്ട് തൊള്ളിക്കും കണ്ണുക്കൊക്കെ ആവാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കേവാണ്. ആരോടും പറയണ്ട കേട്ടോ, ധർമ്മനഗർക്കുള്ള റോഡ് ചെറുതായിട്ടൊന്ന് തെറ്റി. അവിടുന്ന് അപ്പം തന്നെ ഇങ്ങോട്ട് ഓടി വന്ന് ഈ റോഡ് പിടിച്ചിട്ടുണ്ടോ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ടോ നോക്കി. ഇതേപോലത്തെ അമ്പലങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ അടിപൊളി കേട്ടോ, റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് ത്രിപുരയിലെ ഒരു വില്ലേജ് ഏരിയയിലൂടെ ഉണ്ടോ. കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. ഇതൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയാണ്. നല്ല കിളീൻ്റെ ഒച്ചൊക്കെ ഉണ്ട് കേട്ടോ. മോർണിംഗ് ആയതുകൊണ്ട് നല്ല വൈബാണ്, ചെറിയൊരു കൂളിങ്ങും ഉണ്ട്. ഓക്കെ, കയറ്റം ഇറക്കും ഇതാണ് കേട്ടോ പരിപാടി. അപ്പോൾ അകരത്തിലൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും. ഞാനിതാ ഈ ഒരു ഗ്രാമപ്രദേശത്ത് നിർത്തിയതാട്ടോ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ഇവിടെ വെച്ചു. അവിടുന്ന് ഓറിയൻ്റെ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങി. 5 റുപ്യേൻ്റെ ഓറിയൻ്റെ ബിസ്ക്കറ്റ് കിട്ടും കേട്ടോ. ഞാനിതാ സൈക്കിളിലൂടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ചായ എന്തെങ്കിലും കുടിക്കണം കേട്ടോ. 5 റുപ്യേൻ്റെ ചായ ഉണ്ട്, 10ൻ്റെ ചായ ഉണ്ട്. എന്താ ഇവർ ചായ കുടിക്കണില്ല. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ചായ വാങ്ങുന്നത്. ഇതുണ്ടോ മൂപ്പര് ചായ കുടിക്കണം. ഇന്നലത്തെ പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും ഓഫറായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് കഴിക്കട്ടെ. ഇത് വലിയ ക്യാഷൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ആളുകളൊക്കെ വന്നിട്ടില്ല എന്നിട്ട് അവിടെ കഴിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇന്നലെ നമ്മളെ ബോട്ടിൽ വെച്ച് മൂപ്പരെ കണ്ടിരുന്നു, ഈ ഒരു വ്യക്തിയില്ല അവിടുന്ന് വെള്ളം എടുക്കുന്നത്. അപ്പോൾ മൂപ്പര് ഇന്നലെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ക്ഷണിച്ചതല്ലേ എന്നിട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ അച്ഛാ ഐസേ വാല ആ ഊപ്പർ ലഗാക്കെ ജാനാ. ഇപ്പോൾ ഒരു ബസ് പോയില്ല, അതുപോലത്തെ ബസ്സാട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് സൈക്കിൾ കിട്ടിയാൽ. ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ട ആളാണ് കേട്ടോ. ഹായ്, നൈസ് ടു മീറ്റ് യു. ഹായ്. അപ്പോൾ ഇവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇവിടെ നിൽക്കാനുണ്ടോ പറയണത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ബസ് ഇവർ കയറ്റി തരാമെന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് ഷിൽച്ചറിലേക്ക് പോകണം. മൂപ്പരില്ല ഇവിടെ വിയറ്റ്നാം സേന ഒക്കെ ടൂറിസ്റ്റ് ആയതാണ്. ഒരു ടൂറിസ്റ്റ് ഇല്ല, വിയറ്റ്നാമിൽ നിന്ന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പര് ഇവിടെ ഹോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഭയങ്കര കമ്പനി ഉണ്ടാണ്. ഈ ഒരു വില്ലേജിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ.
ഈ ഒരു ഷോപ്പുണ്ടോ, ഇവരെല്ലാവരോടും കേരളത്തിൽ നിന്ന് വന്ന ആളെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ചു വിട്ടണമൊക്കെ. അപ്പോൾ ഈ ഒരു ബയ്യല്ല, ഈ ഒരു ബയ്യ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടില്ല, ആ ബയ്യ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ബസ് കയറ്റി തരാറുണ്ട്. അതാ കഴിക്കാൻ ഇതാ ഇവിടുത്തെ ഒരു എന്തൊരു കൈതച്ചക്കൻ്റെ ഒരു പോലത്തെ ഒരു കൈതച്ചക്കയിട്ട് ഉണ്ടാക്കിയൊരു ബണ്ണും പിന്നെ വെള്ളമൊക്കെ തന്നെയുണ്ട്. അങ്ങനെ ബസ് വന്നിട്ടോ, ബയ്യന്നെ സൈക്കിളെടുത്ത് മുകളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ISBT ബസ് കേട്ടോ, നോർമൽ ബസ്സാണ്. ത്രിപുരയാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കി ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കൈ വെക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഓർമ്മ നമ്മളെ ബയ്യ ട്രക്കിന് മുകളിലേക്ക് സൈക്കിൾ വെച്ചാട്ടോ. എൻ്റെ ലഗേജൊക്കെ വിരലിനെ പിടിക്കണ്ട, നല്ല സപ്പോർട്ടാണ് ബയ്യ. നോക്കി എന്തുകൊണ്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ബസ് ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. തൊട്ട് മുന്നേ ഒരു പമ്പ് കഴിഞ്ഞു, ആ ഒരു പെട്രോൾ പമ്പിലായിരുന്നു ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ബോർഡറിലേക്ക് തന്നെ പോകട്ടോ, കാരണം നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു മിസോറാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ത്രിപുര എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാരണം അകരത്തിലൊക്കെ കുറച്ച് കയറ്റുള്ള ഏരിയയാണ്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. ഇതാണ് അവസ്ഥ. സൈക്കിൾ ഇതാ ഇതിൻ്റെ മുകളിൽ വെച്ചാണ്, എന്താവും അറിയില്ല, കയറായിട്ടൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സൈക്കിൾ നല്ല ആട്ടായിട്ടിപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ബോർഡറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. റോഡ് കുറച്ച് മോശമാണ്, ലോറികളൊക്കെ കണ്ടില്ല. ഈ ഒരു ഏരിയ ഉണ്ടോ, നമ്മൾ ഇതിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് ത്രിപുരയിലേക്ക് എൻ്റർ ആയത്. ഇതൊരു ചെക്കിംഗ് പോസ്റ്റാണ്, ചെക്കിങ് ഏരിയയാണ്. ഇവിടെ അമ്പലമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെക്കിങ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ, പോലീസുമാർ. നോക്കെ ഈ ഒരു അങ്ങാടിയിൽ ഇവിടെ നിർത്തിയതാട്ടോ. സൈക്കിൾ മുകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക, താഴെയൊന്നും വീഴാഞ്ഞാൽ മതി കേട്ടോ. പിന്നെ വേറൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നില്ലേ ഷിൽച്ചർ ഈ ബസ് പോകില്ല എന്നാണ് പറയുന്നത്. ഇത് നേരെ ന്യൂ കരീംഗഞ്ചാണ്. നമ്മൾ വന്ന വഴി ഓർമ്മ ഉണ്ടോ, അവിടെ തന്നെയാണ് വഴിയിൽ ന്യൂ കരീംഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങാം കേട്ടോ. അതാണ് ഇപ്പോൾ പ്ലാന്. എന്നാലും പ്രശ്നമില്ല, സിൽച്ചറിലേക്ക് അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അൺനെസസറി ആയിട്ട് നമ്മൾ റൈഡ് ചെയ്യുന്ന ഒഴിവാക്കട്ടെ. ഈ ഒരു ബസ്സാണ് സിൽച്ചർ പോകുന്ന ബസ് ഞാൻ അവിടെ കണ്ടു, പക്ഷേ അതിൽ നമുക്ക് കയറാൻ പറ്റില്ല. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കിയിട്ട് മാറ്റി കെട്ടലൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ ഇപ്പോൾ കുറച്ചേരം നിർത്തിയതാണ്. ഞാൻ ബസ് ഇവിടെ സൈഡാക്കിയ സമയത്ത് ഈ ഒരു ഷോപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കണ്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ തേങ്ങ കിട്ടില്ല, ആ തേങ്ങയാണ് ഇവിടെ വെക്കുന്നത്. പിന്നെ ഈത്തപ്പഴമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഇതിനൊക്കെ 5 രൂപ കേട്ടോ. പിന്നെ ഇത് നമ്മളെ ചെറീസില്ല, അതൊക്കെ ഉണ്ട്. ഞാൻ മമ്പുറത്തിട്ട മുട്ടായാണല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര പൈസ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ബസ് നേരെ കരീംഗഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന റോഡ് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ ബസ്സിൽ സർവീസ് നടത്തുന്നതുകൊണ്ട് തന്നെ ഉള്ളിലൂടെ പാസഞ്ചേഴ്സിനെ എടുത്തിട്ടാണ് പോകുന്നത്. അതായത് നമുക്ക് പോയി നോക്കട്ടോ, ഇതൊക്കെയാണ് കാഴ്ച. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ കരീംഗഞ്ചിലേക്ക് എത്തിയുണ്ടോ. ഭയങ്കര റഷാണ്, ഇവർക്കാണ് തീരെ സമയമില്ല. ഞാനവിടെ സ്റ്റാൻഡിലെത്തിയതിന് ശേഷം സൈക്കിൾ പതുക്കെ ഇറക്കാനുണ്ടോ, അതാണ് എൻ്റെ പ്ലാന്. പിന്നെ മുകളിലുണ്ട്, നോക്കാൻ ഇയാൾ ഇറക്കി തന്നാൽ മതിയായിരുന്നു. പോയി നോക്കട്ടോ. ഇങ്ങനെ ബയ്യ സൈക്കിൾ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഭയ്യ ഹായ് ബോലോ, യൂട്യൂബ് ഭയ്യ. ഇങ്ങനെ സൈക്കിള് നമ്മൾ അവിടെ നിന്ന് ഇറക്കണം, എന്നിട്ട് ഇവിടെ നേരെ ബദർപൂർ പിടിച്ചിട്ട് പോകുന്നുണ്ടോ. ഭീമളൊക്കെ തട്ടോ, ആർക്കറിയാം സൈക്കിളിൻ്റെ കോലം എന്താണെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട്. ഞാനങ്ങനെ ബസ്സിൽ നിന്ന് നമ്മളെ സൈക്കിളെ അൺലോഡ് ചെയ്തതാ ഈ ഒരു കുതിരപ്പുറത്ത് ഞാൻ കയറിയുണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ബദർപൂരിലേക്ക് തന്നെ പോകണം. നമ്മൾ അങ്ങോട്ടേക്ക് ഓടിച്ചു പോയ സ്ഥലങ്ങളൊക്കെ തിരിച്ച് ബസ്സിലാണ് വന്നത്, കാരണം നമ്മളെ സമയം എനർജി വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാൻ തമിഴ്നാട് വർക്ക് ചെയ്ത ഒരു സമയമൊക്കെ ഉണ്ട്. പറഞ്ഞു இந்த கரிங்கன் டிஸ்ட்ரிக்ட் ಇದೆ நம்ம ஊர் தான். அங்கே வந்து போனோம்னா நேராக பதர்பூர் போக முடியும். நீங்கள் தான் നല്ല തമിഴിൽ ബദർപൂർ അങ്ങനെ പോകണം എന്നാണ്ടോ കറക്റ്റ് പറഞ്ഞതല്ലേ. ഇതുണ്ട് ഈ ഒരു കൊടക്കിയിൽ ഇവർ മീൻ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ മാർക്കറ്റുകളാണ്. നമ്മളെ കരീംഗഞ്ച് കേട്ടോ, ഇത് ന്യൂ കരീംഗഞ്ചാണ്. നമ്മളിവിടെ ടച്ച് ചെയ്യാണ്ട് നമ്മൾ ചുറായിബറി പോയതാണ്. അപ്പോൾ ഇതേതായാലും ഈ ഒരു ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഒരു റിക്ഷക്കാരൻ എന്നോട് ഇങ്ങനെ സംസാരിക്കാം കേട്ടോ. ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ സർക്കാരിന് എന്തെങ്കിലും കിട്ടുമോയെന്നാണ് ചോദിക്കണേ. നമ്മൾ ഈ ത്രിപുര പോയ സമയത്ത് ആ ഒരു റോഡ് ഉണ്ടല്ലേ, അവിടെ കൂടെ പോയത്. ഇനിയിപ്പോൾ ആ റോഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് എൻ്റർ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പോയതിൻ്റെ ശേഷം എനിക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കും. എൻ്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഐസ്ക്രീം വാങ്ങാട്ടോ. ഇതൊക്കെ ഇവിടുന്ന് ഐസ്ക്രീം എടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാട്ടോ. സത്യം പറഞ്ഞാൽ വിൻ്റർ സീസണൊക്കെ ആവുന്ന കഴിയാണ്ട് ആസാമിലേക്ക് വന്നതാണ്. ഇതൊക്കെ ഒന്നിന് 10 രൂപ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വാങ്ങട്ടെ. ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ പോകുമ്പോൾ നോട്ട് ചെയ്ത സ്ഥലം കേട്ടോ. നല്ല തണലുള്ള ഏരിയയാണ് അവിടെ. അത് കഴിഞ്ഞ് നേരെ വെയിൽ. ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ അറിയില്ല, പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളെ പുറത്ത് ചാടും കേട്ടോ. എന്താ അറിയില്ല, സ്കൂൾ കട്ടാക്കി പോകണോ എന്താ അറിയില്ല.
വൈകുന്നേരം ഇവിടെ ഒരു 3 മണിക്ക് തന്നെ സ്കൂൾ വിട്ടിട്ടു, കാരണം 5 മണിക്ക് ഇരുട്ടാവും, നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇത്. ഓക്കെ ഓ ചെയ്തു ഞാനിപ്പോൾ അതൊക്കെ തോടെ പ്ലേറ്റ്മെൻ്റാണ്. ഓക്കെ ഞാനിതാ ഈ ഒരു സമൂസ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിന് 1 രൂപയാണ്. പിന്നെ ഇവിടെ ഇതേപോലെ തന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ ഇവിടെ പല സാധനങ്ങളുണ്ട്, ലഡു ഐറ്റംസ്, പിന്നെ രസഗുള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഭി മിസോറാം ബോർഡർ ജാനാ ധലായി ആണ്, ധലായി മിസോറാം ബോർഡർ ഉധർ ജാനാ. ഞാൻ പോകുമ്പോൾ കണ്ട കേട്ടോ, മൂപ്പര് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളത്തിലുള്ള ആളാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ ഇവർക്ക്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന പയ്യ, നമ്മളെ കണ്ടില്ലേ, മൂപ്പര് എനിക്ക് വാങ്ങി തന്നു. ഓക്കെ താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യൻ ഉണ്ടോ, കാരണം അത്ര പ്രായമൊന്നുമില്ല, ചിലപ്പോൾ എൻ്റെ പ്രായം. ആക്കാ ഉണ്ട് കിത്തന 18. अच्छा मैं ये बोल रहा ना इतना छोटी उम्र में आपको बहुत മെച്യൂരിറ്റി है. എഗെയിൻ ബാഗ ബസാറിലെത്തിട്ടോ. ഇവിടെയാണ് നമ്മൾ പോകുന്ന സമയത്ത് അടക്ക വിൽക്കുന്നതുണ്ട്. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് അടക്കയുണ്ട് വിൽക്കൽ. കരീംഗഞ്ചിൽ നിന്ന് ബദർപൂരിലേക്ക് എത്തിയിട്ടുണ്ടോ, വെയിലിൻ്റെ നല്ല പ്രശ്നമുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഇവിടുന്ന് ഇതിലൂടെ പോകുന്ന സമയത്ത് അത്രയൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ അല്ല പോയത് ഇതിലൂടെ. ഇങ്ങോട്ടേക്ക് നല്ല റഷാട്ടോ. ഓക്കെ ടാക്സി ഷോപ്പുകളൊക്കെ ഓപ്പണാണ്. ഒരു അത്യാവശ്യം നല്ല വലിയൊരു അങ്ങാടിയാണ്. ബദർപൂർ ട്രാഫിക് പോലീസിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. റോഡ് വലിയ സെറ്റൊന്നുമല്ല, എന്നാലും ഇവിടെ ആൾ മനുഷ്യനുണ്ട് കേട്ടോ. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ആണ്, ബദർപൂർ ഘാട്ട് എന്ന് പറയും. അത് ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സിൽച്ചറിലേക്ക് നാളെ പോകണോണ്ട് തന്നെ ഇത് നേരെ ഇങ്ങോട്ടേക്ക് പിടിക്കട്ടോ. ഇതൊക്കെ മെയിൻ ടേണിംഗ് പോയിൻറ്റുകളാണ്. നമ്മളിപ്പോൾ സിൽച്ചർ റൂട്ടിൽ നിന്ന് മാറിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു പാലൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. നല്ല വെയിലടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. 3 മണിയാവാനായി. സിൽച്ചർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ കൂടെ ഉണ്ടോ പോകുന്നത്. ഈ ഒരു അങ്ങാടിയും ആസാമിലാണ് ശരിക്കും കിടക്കുന്നത്, പക്ഷേ മേഘാലയനോട് ചാരിയിട്ടാണ്, ബോർഡറിനോട് ചാരിയിട്ടാണ് കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഇതിലൂടെ പോകുന്ന സമയത്തൊക്കെ കുരങ്ങന്മാരിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുറിച്ച് കടന്ന് പാസ് ചെയ്ത് ഓടി കളിച്ചിരുന്നിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ചോറ് കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. ഈ ഒരു ചോറിന് ആകെ 20 രൂപ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ചട്നി എനിക്ക് പേടിയാണ്. ഇതിലേക്ക് കടലക്കറിയും പിന്നെ ഇതേപോലെ പപ്പടം, പിന്നെ ഈ ഒരു മുളകൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര സ്പൈസി ആയതാണ് ഇവർ കൈക്കൊള്ളും. ഇതുണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് മേഘാലയ ബോർഡറാണ്. ഇന്നലെ നമ്മൾ ഇവിടെ നിന്നാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താണ്ട് ത്രിപുര ബോർഡർ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ പോയത്. ത്രിപുര എക്സ്പ്ലോർ ചെയ്തു, തിരിച്ച് വീണ്ടും കട്ടിഗിര എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് തന്നെ എത്തിട്ടോ. ഭയ്യ നൈസ് വീഡിയോ. ഓക്കെ ഇത് ഇന്നലെ നമ്മൾക്ക് സൂരജ് എന്ന് പറഞ്ഞിട്ട് ആൾ നമ്പർ തന്നിരുന്നു. ഈ ഒരു പമ്പക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വരാം. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒരു പമ്പക്ക് വന്നിട്ട് ഇവിടെ കുളിക്കുക, സ്റ്റേ ചെയ്യുക ഒക്കെ ചെയ്യുക. ഇവർ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഇവിടെ നേരെ സിൽച്ചറിലേക്ക് പോകട്ടോ. 25 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ അവിടുന്ന് മിസോറാം ബോർഡർ, മണിപ്പൂർ ബോർഡർ, നാഗാലാൻഡ്, ഇതൊക്കെയാണ് പ്ലാന്. ഈ ഒരു 3 സംസ്ഥാനങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. വേറെ എന്താ കൂടുതലൊന്നും പറയുന്നില്ല. ടിക്കറ്റ് ഓക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം ഗുഡ് ബൈ.